അപ്പൊ അവിടെ ആർക്കും പോരാ, ആർക്ക് വേണേ വരാം. എനിബഡി ഈസ് വെൽക്കം. ഓ ബോയ്സിൽ നന്നായിരിക്കും. ബോയ്സ് ഓൺലി, ജസ്റ്റ് ബോയ്സ് ഓൺലി. ഇതാരെല്ലാം കിടക്കുന്നുണ്ടോ? പരിപാടികൾ എല്ലാ ആൾക്കാര് സെറ്റ് ആവണുള്ളൂ. പിന്നെ ഇവിടെ മെറ്റേണിറ്റി റൂം, മെറ്റേണിറ്റി സ്പെഷ്യൽ, ഫീഡിങ്. ഇത് ജോഫിയും സെബാസ്റ്റ്യൻ ബ്രോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ജോഫിയും സെബാസ്റ്റ്യനും. ഇവിടെ ജീവനും ജീവനും ജിതിനും. ജീവൻ ഫാമിലി, ജിതിനും ഫാമിലി. ഓക്കെ, അതാണ് ഈ ഓക്കെ. എവിടെയാണ് ആൻഡപ്പന് റൂം കൊടുത്തേക്കുന്നത്? ജസ്റ്റ് ആൻഡപ്പൻ. ഓക്കെ, ആൻഡപ്പിന് വേണ്ടി അറ്റാച്ച്ഡ് ബാത്റൂമുകൾ കൊടുത്തേക്കുന്നത്. പിന്നെ നിഷയ്ക്ക് വേണ്ടി റൂം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അറ്റാച്ച്ഡ്. ഓക്കെ, ഈ ഒരൊറ്റ കിച്ചണുള്ളൂ. ഇവിടെ 2 റൂമുണ്ട്. അതില് ഒരു റൂമ് ജോഷി ബ്രോ ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു റൂമ് വേക്കന്റ് ആണ്. ഞാൻ ജസ്റ്റ് ചെയ്ത് ആർക്ക് വേണേ കൊടുക്കും. ജിഞ്ചിനല്ല, അതിലുണ്ട്. അശ്വിൻ വരാത്തോണ്ടാണ്. അശ്വിൻ വരില്ല. അപ്പൊ ഈ റൂം ഇപ്പൊ വേക്കന്റ് ആക്കി വെച്ചേക്കാണ്. വൈകുന്നേരത്തെ അവസ്ഥ അനുസരിച്ച് ആർക്ക് വേണേ കൊടുക്കും. റിക്വസ്റ്റ് അക്സെപ്റ്റ്. ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു അല്ലേ? അല്ല അല്ല, എന്താ താമസിച്ച? ക്ലാസ് ഉണ്ടായിരുന്നോ? 3:30 ടൈറ്റ് ആയിട്ട് വന്നല്ലേ? ആർക്ക്? എന്നെ ക്ലാസ് മാനേജ്മെന്റ്. എന്താ എൻ്റെ ഇപ്പൊ കത്തിയോ? ഐശ്വര്യമായിട്ട് കത്തിക്കാം. എടാ ഇത് പണ്ടത്തെ കൊക്കോട്ടിന്റെ സാധനമാണ് അത്. എന്റെ വണ്ടി അന്നപ്പ പണ്ടത്തെ കൊക്കോട്ടിന്റെ സാധനമാണോ? പണ്ടത്തെ കൊക്കോട്ടിന്റെ സാധനമാണോ ഇത്? ഈ എന്റെ വീട്ടിൽ അന്ന് ലാസ്റ്റ് ആർക്കും വേണ്ടായിരുന്നു. ഓരോന്നോരോന്ന് എല്ലാവരും കൊടുത്തു. എന്തെങ്കിലും കേക്കിനെ കുറിച്ച് പറയാനുണ്ടോ? കേക്ക് ഞങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ കേക്ക് കൊടുത്തിട്ടില്ല. ഹെൽത്തി ആൻഡ് ഡെലീഷ്യസ്. ചേട്ടന് ഈ കേക്കിനെ കുറിച്ച് ഒറ്റ വാക്കിൽ എന്തെങ്കിലും പറയണ്ടോ? ഓർഗാനിക് ആയിട്ടുള്ള കേക്കാണ് ജോസഫിന് ഇഷ്ടം.
ആണോ? അതുകൊണ്ട് നമ്മള് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഈ ഓർഗാനിക് ആയിട്ട് കണ്ടപ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വന്നത്? എനിക്കോ? ചേട്ടാ ഉള്ളത് ഉള്ളോണം പറ. എനിക്ക് തോന്നിയതോ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷുഗർ കട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം. നമുക്കൊന്നും പറ്റില്ല ചേട്ടാ, നമുക്കൊന്നും പറ്റില്ല. നമുക്കൊരു അതിനാ നിങ്ങളൊക്കെ അഭിനയിക്കാണ്. എടി ഇതാണ് ഞാൻ ക്രീം കേക്ക് ഇല്ലാത്തത് നല്ല ഓ അതാണ് വേണ്ടോ? നിങ്ങളെല്ലാവരുടെ മനസ്സിൽ വിഷമമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ആരും തുറന്ന് പറയണില്ല. ഞാൻ പറയായിരുന്നു എടാ നമ്മുടെ കോകോട്ടിന്റെ പരിപാടി കഴിഞ്ഞ് ഇത് കൂടെ പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലുണ്ടായിരുന്നു കരി. ഗ്രൂപ്പിനകത്ത് ഓരോ മെസ്സേജ് ഇട്ടാൽ മതിയായിരുന്നു. അതിനകത്ത് കയറിക്കും. ടിഷ്യൂ പേപ്പർ പോലെ ഇങ്ങോട്ട് പെട്ടെന്ന് എത്തുന്നുണ്ടോ? അല്ല ഇവിടെ തന്നെ വെച്ചിട്ടേ നമുക്കൊന്ന് കൂട്ടി കത്തിക്കാം. ഒരു ചെറിയൊരു കഷ്ണം ഐശ്വര്യമായിട്ട് കൊച്ചിന്റെ അപ്പം എനിക്ക് ഇന്നായിരുന്നു. ആണോ? ചായ കുടിക്കാത്ത ആൾക്കാർക്ക് ജോലിയിലുള്ള ജോഷിപ്രോയുടെ പേര് ലിസ്റ്റിലിട്ടുണ്ട്. ഉണ്ടോ? കിട്ടിയോ? ലിസ്റ്റ് കിട്ടിയോ? ഞാനായിരിക്കും താമസിക്കുന്നത്. ബുദ്ധിമുട്ട് ജീവൻ എന്നാണ് ഇനി അറിയപ്പെടുന്നത്. നീ എന്താ വന്ന്? ഞാൻ 2 ദിവസമായിരുന്നു. അല്ലേ? അങ്ങനെ തന്നെയാടാ. കറക്റ്റാ വഴി കറക്റ്റായിട്ട് കിട്ടിയോ? ചെറുതായിട്ടൊന്ന് നേരെ അവള് പറഞ്ഞ ഫ്രണ്ടിലാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ടിൽ പോയിട്ട് തിരിച്ചു അങ്ങോട്ട് പോടാ. നേരെ പോയി. അപ്പൊ ഞാൻ മാത്രമല്ല എല്ലാരും പോയി. ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. തണുപ്പത്തൊരു ചായ. ആൾക്കാർ തെറ്റിദ്ധരിക്കും മദ്യമല്ലത് ചായയാണ്. വിഷമാണ് അത് കഴിക്കരുത്, ഉണ്ടാക്കരുത്. ചായ ജോഷിപ്രോയുടെ അമ്മ. ഞാൻ പറഞ്ഞേ കേട്ടോ. കാണാൻ പറ്റുന്നില്ല. ഇരുട്ടല്ലേ ജിൻസി? ജോഫി എവിടെയാണ്?
എടുക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എനിക്കറിയില്ല. എന്തോ കാണുന്നുണ്ട് ഞങ്ങളെ, അത് ചുമ്മാ കാണിക്കണം. വെച്ചോ പറഞ്ഞോ. അല്ലേ അന്ന് അമ്മമാര് നോക്കിക്കൊണ്ട് പോയപ്പോ നമ്മൾ പറഞ്ഞു നമ്മള് തണുപ്പത്ത് കുളിക്കുന്നത് നമ്മുടെ ധൈര്യത്തെ അവർ സമ്മതിച്ചു. മെയിൻ കുക്ക് എവിടെ പോയി? ക്യാപ്റ്റൻ കുക്ക്. ക്യാപ്റ്റൻ കുക്ക് എവിടെ? ക്യാപ്റ്റൻ കുക്ക് കാണുന്നില്ല. ആയിട്ടില്ലെന്നോ? ഞാനൊരു സൈഡ് കഴിഞ്ഞു തുടങ്ങിയത്. അല്ല അന്ന് തിരിച്ചു വെച്ചാ കേട്ടോ. ഇത് പൊക്കണോ? ഇല്ല ഇത് ഇല്ലില്ല ഇത് ഏറ്റവും താഴെ ഏറ്റവും താഴെ പച്ചയിറച്ചി അല്ല എനിക്ക് എരി കഴിഞ്ഞ് കഴിഞ്ഞാലേ ചൂടല്ലേ കിട്ടും. നാളെ ഈ കോട്ട നല്ലതാണ്. ഗ്രില്ലിന്റെ ഇതന്ന് കഴുകാനായിട്ട് എളുപ്പമില്ല. പറഞ്ഞോ. ഇതെന്ത് മജീഷ് സാമ്പാറിന്റെ മാജിക്കോ? പുള്ളി മറ്റത് കാണിക്കും കേട്ടോ. പുള്ളി കത്തിക്കുന്ന പരിപാടി ഉണ്ട്. ഇല്ലില്ല കത്തുന്നില്ല. സ്മോക്കി ഫ്ലേവർ നമുക്ക് വേണം. ചാടി കൈയിടല്ലേ, ഇങ്ങനെ നടച്ചു. ഗ്രില്ലിന്റെ മണം. ജിഞ്ചിന് ഉറങ്ങിയ ഇപ്പൊ ഉറങ്ങി. ഞങ്ങളിവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിച്ച് അവിടെ ചൂടിനെ കുറിച്ച് സംസാരിച്ചു. താമസിച്ച് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. വണ്ടി എടുക്കാൻ എടുത്തോ? ഓർഡർ ചെയ്തു. പുതിയ വണ്ടിയിലാണോ ഒന്ന്? പിന്നെ 2026 2024 ഒരു പണി എടുക്കുന്നുണ്ടോ? അതോ ആക്ട് ചെയ്യണോ? ആക്ട് ചെയ്യണോ? സൂപ്പർവിഷൻ, എന്റെ സൂപ്പർവിഷനിലാണ് അവർ കുഴക്കുന്നത്. ആണോ? എന്താ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പുഴയോട് കൂടാ അല്ല പോസ്റ്റോടൊക്കെ ചോദിച്ചപ്പോ ഞാൻ നേരത്തെ വന്നില്ല. അതായത് ഒരു കാലഘട്ടത്തിൽ പരിപാടി നമ്മളെല്ലാം കൂടെ ഉണ്ടാക്കുമായിരുന്നു. നമ്മളെല്ലാം കൂടെ ചെയ്യുമായിരുന്നു. വേവ് കറക്റ്റാണോ? വേവെല്ലാം കറക്റ്റാണ്, സൂപ്പറാണ്, പൊളിയാണ്. ആണോ? കഴിച്ചാ ചിക്കൻ കഴിച്ചു.
നീ കപ്പ് കഴിക്കണം. അണ്ണി കണ്ടില്ലായിരുന്നല്ലോ. ചിക്കൻ കാല് കഴിച്ചോണ്ട് നിന്ന് എങ്ങനെ കാണാനാ? എവരിത്തിങ് അണ്ടർ കൺട്രോൾ. മീൻകറി ഇപ്പൊ ചൂടാക്കുന്നില്ല, തുറന്നങ്ങോട്ട് വെച്ചേക്കാൻ വേണ്ടി. എന്താ പരിപാടി? ഇപ്പൊ നമ്മൾ കുറച്ച് ഗെയിംസും പരിപാടിയൊക്കെയാണ്. എവിടെ വെച്ചാ? പുറത്ത് വെച്ചാ അകത്ത് വെച്ചാ? ഔട്ട്ഡോർ. പുറത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അല്ല ഇപ്പൊ നമ്മൾ പുറത്തോട്ട് വിളിക്കാം എല്ലാവരും. ഇപ്പൊ നമ്മൾ പുറത്തോട്ട് വിളിച്ചേ. എടാ പുറത്തോട്ട് വിളിക്കല്ലേ? സമയങ്ങളെ എന്താ പുറത്തോട്ട് വിളിക്കാം. എല്ലാം ഓക്കെ അല്ലേ? ഹായ് പറഞ്ഞു. ഇരുട്ടായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഹായ് നായിക്കോട്ടെ. ഇരുട്ടായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതെവിടെ ഇവിടെ? മിന്നാമിന്നു പോലെ പൊട്ടുള്ളതല്ലേ, അതാണ് ജോഫിയ. അല്ല ഞാൻ പറയണ ലാസ്റ്റ് ഹാലോവിൻ പോലെ ആയി പോണം. ചെറുതായിട്ട് കാണുന്നുണ്ട്. ഗെയിമിൽ ആദ്യം ഗെയിമൊക്കെ അകത്ത് വെച്ചായിരിക്കും. തണുപ്പാ. ഇങ്ങോട്ട് കൂടി നോക്കാം. എക്സ്ക്യൂസ് മീ. ഇവാനി ഇങ്ങോട്ട് നോക്ക്. എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ. ഹായ് ബ്രോ. Hello. Hi. We get it from the table. കുഞ്ഞു ഹായ് പറഞ്ഞടേ. Hi, Papa. വെളിച്ചില്ലാത്തോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഗൈസ് തുടങ്ങട്ടെ? പറഞ്ഞോ. ഇച്ചായ ഓക്കെ. പറ. ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇന്നത്തെ ജിഞ്ചിന്റെ ബർത്ത്ഡേയിൽ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യണം. അപ്പൊ ഞങ്ങൾ ഒത്തിരി നിങ്ങളെല്ലാവരും ഞങ്ങളും എല്ലാവരും ഒത്തിരി വെയിറ്റ് ചെയ്തിരുന്ന ഒരു പരിപാടിയായിരുന്നു ഇത്. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഗെറ്റ് ടുഗദർ പോലെ. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് എല്ലാവരും ഒരുമിച്ച് കൂടണമെന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ചെയ്താണിത്. ഓക്കെ. അപ്പം നമ്മുടെ ഇതിൻ്റെ പാർട്ടായിട്ട് ഫസ്റ്റ് തന്നെ കുറച്ച് ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡീകോഡിങ് ഗെയിമാണ്. എനിക്കറിയില്ല ഇതിനു മുന്നേ എത്ര പേര് ഡീകോഡിങ് ഗെയിം കളിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഡീകോഡിങ് ഗെയിമിനായിട്ട് ഞാൻ കുറച്ച് പേരെ ക്ഷണിക്കുവാണ്. അതായത് നിങ്ങൾ വന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന കാർഡുകൾ എടുക്കണം. എൻ്റെ കയ്യിൽ കുറച്ച് കാർഡുണ്ട്. ഓക്കെ. നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് കാർഡ് വാങ്ങണം. അപ്പോൾ കാർഡ് തീർന്ന വരെ നിങ്ങൾക്ക് വരാം. കാർഡ് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ കാർഡുമായിട്ട് ഇവിടെ നിൽക്കുക. അതായത് കാർഡ് സ്വീകരിച്ച വ്യക്തികള്
അവിടെ തന്നെ സോറി നിങ്ങളുടെ സീറ്റിൽ തന്നെ ഇരിക്കുക. അത് കഴിയുമ്പോൾ ഞങ്ങളുടെ കോഡ് റിവീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ ആകാംക്ഷയോടെ ഞങ്ങൾ പറയുമ്പോൾ മാത്രം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എൻവലപ്പ് തുറന്ന് കോഡ് വിളിക്കുന്നവര് ഇവിടെ വന്ന് ഓക്കെ സോറി ഓക്കെ ഞങ്ങള് കോഡ് വിളിക്കും. അതായത് ഇവിടെ ഒരു കോഡ് കാണിക്കും. ഞങ്ങൾ ഇവിടെ ഒരു കോഡ് കാണിക്കും. ആ കോഡ് ഉള്ള നമ്പർ കിട്ടിയ ആൾക്കാർ ഇവിടെ വന്ന് നിരന്ന് നിൽക്കുക. ആ ഓർഡറിൽ തന്നെ ഈ കോഡിന്റെ നമ്പറിൽ തന്നെ നിരന്ന് നിൽക്കണം. അതിനുശേഷം നിങ്ങൾക്ക് തിരിഞ്ഞു നിൽക്കാം. അത് ഞങ്ങൾ പറയുമ്പോൾ ആ ലെറ്ററിന്റെ ഉള്ളിൽ ഒരു കോഡ് ഉണ്ട്. ആ കോഡാണ് യഥാർത്ഥ കോഡ്. ഇത് കണ്ടുപിടിച്ചത് അവളല്ലേ? നമ്മളല്ലേ കണ്ടുപിടിച്ചത്? മൊത്തം കൺഫ്യൂഷൻ. അല്ല ഒരു മിനിറ്റ്, ഈ കോഡിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അതെ ഗെയിം കഴിയുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. സംഭവം ഗെയിമിന്റെ പേര് ഡീകോഡിംഗ് ഗെയിം. അപ്പൊ അൻസില ഒരു എൻവലപ്പായിട്ട് കൊടുക്കും. അപ്പൊ ഓരോരുത്തര് അവിടെ കൊടുത്താൽ മതി. കുറച്ച് ഹൊററാണ്. അപ്പൊ ആരും പേടിക്കരുത്. ഓരോരുത്തർ പോലെ ഞാനും തുറന്നോട്ടെ വരല്ലേ? അല്ല ഓരോ വന്ന് മേടിക്കണോ മനസ്സിലാ? അത് കൊടുക്കണോ? ഞാൻ കൊടുക്കാം. എന്നാ കൊടുത്തു. കോഡ് വാട്ടി മുങ്ങരുത്, ഇവിടെ തന്നെ ഇരിക്കണം. എല്ലാരും ലൈറ്റ് ആൻഡ് വിളിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് തന്ന് സഹായിക്കണേ. തന്ന് സഹായിക്കുക. ജോഫിജിക്ക് കോഡ് കൊടുക്കണോ? പ്രാപ്തിയാണോ? എടേ അഡൽറ്റിന് മാത്രം കൊടുത്താൽ മതി. കോഡ് ഇത് തുറക്കരുത് കേട്ടോ. കൂടുതൽ കോഡുകള് ഈ കോഡുകൾ ആരും ഇപ്പൊ തുറന്നു നോക്കരുത്. ഓക്കെ, കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചൊരു കളിയാണ്. വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചൊരു കളിയാണ്. സ്പോയിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. ഞാൻ ഒന്നിൽ കൂടുതൽ കോഡ് കിട്ടിയിരുന്നവർ ഒരാൾ വാങ്ങില്ല. ഒന്നിൽ കൂടുതൽ കോഡ് കിട്ടിയത് എന്നോട് പറയണം. ഒരു കോഡാണ് ഞങ്ങൾ ഇന്നൊരു കോഡ്. ടെൻഷൻ അടിക്കണ്ട. കോഡ് വെരി സീൽഡ് കോഡാണ്. കാണിക്കാം. സീൽഡ് കോഡാണ്. വെരി സീൽഡ്. RBI വരെ ഇതുപോലെ ഒരു സീൻ ഇരിക്കാറില്ല. അത് ഈ പണിയെടുത്ത് കാണണം. എനി ക്ലൂ? നോ ക്ലൂ. ഒരു ക്ലൂ ഇല്ല. കോഡ് കിട്ടിയില്ലേ? എനി ക്ലൂ? ഇല്ല, ഒന്നുമില്ല. പറഞ്ഞോണ്ട എനിക്ക് കിടന്നു നേരെ തീർന്നോ? ഓക്കെ കുഴപ്പമില്ല. വാ സോറി. ഞാൻ കുട്ടികൾ ആരും കോഡ് തുറന്നു നോക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ കോഡ് ഗെയിമിന്റെ കവറിന് ഒരു നമ്പർ ഉണ്ട്. അതെല്ലാവരും ആദ്യം നോക്കിയില്ല. എല്ലാവരും നോക്കിയാ കോഡ് ഞാൻ റിവീൽ ചെയ്യട്ടെ. ജോഷി ബ്രോ പുറത്തുള്ള കോഡാട്ടോ ഞങ്ങൾ ഇപ്പൊ പറയുന്നത്. പുറത്തുള്ള നമ്പറാണ് റിവീൽ ചെയ്യാൻ പോണേ. അതെ, കുറച്ചെല്ലാവരും ഇറങ്ങി ബാക്കിൽ കാണാൻ പറ്റും. സൗണ്ട് സിസ്റ്റം വേണ്ട. 21 21
45 ഇല്ല ഇവിടെ. 44. 98. രണ്ടുപേരുണ്ടല്ലോ. ഇവിടെ വിളിച്ചു വരുന്നത് ഓടിക്കണം. ആനപ്പൻ ഇതിന്റെ ഫാമിലിക്ക് മാത്രം ഒരു നമ്പർ. 34 ആരാ? 34. 34 ഓക്കെ. 55. അതിനപ്പുറത്ത് 88. സബാൻ എന്തിയാ? സബാൻ വന്നു ഓക്കെ. 68. ഇല്ലേ? 59. ഓക്കെ. 71. ഓർഡറിൽ നിൽക്കണേ. ഒരു മിനിറ്റ് ഞാൻ പറയാം. ഒന്നുകൂടി ഓർഡർ വായിച്ചു ചായ. 56. 21. 45. അല്ല 21. 44. 44. 98. 13. 75. 34. 55. 88. 22. 74. ആ ക്യാമറ ഒന്ന് തിരിച്ചങ്ങോട്ട് മോൻ കാണാൻ വരുന്നത്. 69. ഇവിടെ സമോള 59. 71. 62. മതിലിനോട് ചേർന്ന് നിൽക്കുക. ജിഞ്ചിന് അറിയില്ല. ആന്റപ്പുറ കള്ളത്തരം കാണിക്കരുത്. ആന്റപ്പ കള്ളത്തരം കാണിക്കുന്നു. അതെ എല്ലാവരും ഉടായിപ്പാന്ന് എനിക്കറിയാം. ഓക്കെ, കള്ളത്തരം കളിക്കരുത്. ഓക്കെ, നോക്കുക, തുറന്നു നോക്കുക. അവനെന്റെ കയ്യിലുള്ള തുറന്നു അവനെന്റെ കയ്യിലുള്ള ലെറ്റർ മാത്രം നോക്കട്ടോ. അവനവന്റെ കയ്യിലുള്ളത് മാത്രം. അവനവന്റെ കയ്യിലുള്ള മാത്രം നോക്കുക. ഇതിന്റെ അപ്പുറം പോയി നോക്കരുത്. ഇത് അണ്ണനും ആന്റപ്പനും കൊളാമാണെന്ന് അയ്യോ. ഇത് അവനവന്റെ കോഡ് ഷെയർ ചെയ്യാതിരിക്കാം. ഇവിടെ ഷെറിനും മീതയും കൊളാമാണ്. കോഡ് ഷെയർ ചെയ്യുന്നു. നാട്ടിൽ ജപ്തി ചെയ്യാൻ പോലും ഇത്ര ഫീൽഡ് ഉണ്ടാവില്ല. എല്ലാവരും തുറന്നു കഴിഞ്ഞില്ലേ? എല്ലാവരും റെഡി അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. തിരിഞ്ഞോ?
കോഡ് മാത്രം. റോസം വേണം. എല്ലാവരും തലകുമ്പിട് തലകുമ്പിട് ഇത് കാര്യം പറ. എവിടെ 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 കഴിച്ച എവിടെ 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 അങ്ങനെ 3 മാസം കൺഗ്രാജുലേഷൻ താങ്ക് യു കഷ്ടപ്പെട്ട അഖിലാണ്. അഖിലിനെ കോടുണ്ടാക്കിയത് മാത്രം ജോസഫാണ്. കഷ്ടപ്പെട്ട അഖിൽ അഖിലെത്തി അനുപ ഈ ബൈക്ക് പൈനുള്ളിൽ ഇതൊക്കെ എങ്ങനെ ആരോഗ്യശാല സംഭവിച്ചാണോ? അത് 3 മാസം മുമ്പ് അങ്ങോട്ട് പോയേ. അതല്ല നടുതിരിപ്പി തുടങ്ങിയതാ. ആരോഗ്യശാല ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സംഭവിച്ചത് ആരോഗ്യശാല എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നല്ലൊരു റിവീലിംഗ് ആണ്. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ആണോ? നടുവിനുള്ളിൽ എങ്ങനെ സാധിച്ചു? നാട്ടിൽ പോയല്ലോ, നടുവേദന മാറിയല്ലോ. നാട്ടിൽ പോകും. എണ്ണത്തോണി 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 തിരുമിയേ അല്ല ഞാൻ പ്രഗ്നന്റ് എന്ന് പറഞ്ഞപ്പോ ജോസിയാണ് ഞെട്ടി. ഒരു കോടും കൂടെ വായിക്കണ്ടേ? ഒരു കോടും കൂടെ പറഞ്ഞ വായിക്കണ്ടേ? താല്പര്യമില്ല. ഇനി അടുത്താരും കോഡ് വായിക്കേണ്ടത്. ഇപ്പൊ ഒരു കോടും കൂടെ കോഡ് വായിച്ചാ ജീവനൊരു കോടും കൂടെ